ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 7ാം ക്ലാസ്സിലെ ലാസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള സേഫ് ഫുഡ് എന്നുള്ള ടോപ്പിക്കാണ്. ഇതിൽ നമ്മൾ എക്സാമിന് വേണ്ടിയിട്ട് പോയിൻ്റ് വൈസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആ പാഠഭാഗത്തേക്ക് കിടക്കാം. ആദ്യം തന്നെ വെറൈറ്റി ഓഫ് ഫുഡ്. നമുക്ക് ചുറ്റും എന്തുണ്ട്? വൈഡ് വെറൈറ്റി ഓഫ് ഫുഡ് ഐറ്റംസ് ഉണ്ട് അല്ലേ. നമ്മൾ ഇപ്പോൾ ഒന്ന് മാർക്കറ്റിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാലോ അല്ലെങ്കിൽ നമ്മൾ വീട്ടിൽ തന്നെ പല വിധത്തിലുള്ള ഭക്ഷണങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ മാർക്കറ്റിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാലോ അവിടെയും പല വിധത്തിലുള്ള ഭക്ഷണങ്ങളുണ്ട്. പല ഐറ്റം ഭക്ഷണങ്ങൾ നമുക്കിപ്പം അവൈലബിൾ ആണ്. ഡൈവേഴ്സിറ്റി ഇൻ ഫുഡ് ഡ്യൂ ടു, എന്തുകൊണ്ടാണ് ഇങ്ങനെ ഭക്ഷണത്തിൽ ഡൈവേഴ്സിറ്റി വരുന്നത് എന്നാണ് ചോദിക്കുന്നത്. എന്തുകൊണ്ടാണ്? ഡ്യൂ ടു അവൈലബിലിറ്റി ഓഫ് ഡിഫറെൻറ്റ് ഫുഡ് മെറ്റീരിയൽ. ഡിഫറെൻറ്റ് ഫുഡ് മെറ്റീരിയൽ നമുക്ക് അവൈലബിൾ ആണ്. നമ്മളുടെ കൾച്ചറൽ ഹാബിറ്റിൽ വ്യത്യാസം വരുമ്പം ഫുഡിൽ വ്യത്യാസം വരും. എക്സ്പെരിമെൻറ്റ്സ് ആൻഡ് ചേഞ്ചസ് മെയ്ഡ് ബൈ ഹ്യൂമൻ ഇൻ ഫുഡ് പ്രിപ്പറേഷൻ. അതുപോലെ തന്നെ മനുഷ്യൻ എന്ത് ചെയ്യുന്നുണ്ട്? ഫുഡ് ഉണ്ടാക്കുന്നതിൽ കുറേ എക്സ്പെരിമെൻറ്റും നടത്തിയിട്ട് പല മാറ്റങ്ങളും വരുത്തുന്നുണ്ട്. ഇതൊക്കെ കാരണം വെറൈറ്റി ഓഫ് ഫുഡ് നമുക്ക് അവൈലബിൾ ആണ്. നോട്ട് ആൾ ഫുഡ് ഐറ്റംസ് വി ഈറ്റ് ആർ ഹെൽത്തി. നമ്മൾ കഴിക്കുന്ന എല്ലാ ഭക്ഷണവും നല്ലതാ ഹെൽത്തിയാണെന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ. നമ്മൾ ഫാസ്റ്റ് ഫുഡ് കഴിക്കുന്നുണ്ട്, അതൊന്നും ഹെൽത്തി അല്ല. അതുകൊണ്ട് തന്നെ ഈറ്റിംഗ് സർട്ടൈൻ ഫുഡ് ഐറ്റംസ് റെഗുലർലി ഈസ് അൺഹെൽത്തി. അതായത് ജങ്ക് ഫുഡും ഓയിലി ഫുഡും ഒക്കെ എന്നും കഴിക്കുക എന്ന് പറഞ്ഞാൽ അതെന്താണ്? അൺഹെൽത്തി ആണെന്നാണ് പറയുന്നത്. പുവർ ക്വാളിറ്റി ഫുഡ് അഡ്വേഴ്സ്ലി എഫക്റ്റ് ഹെൽത്ത്. ഇനി ക്വാളിറ്റി കുറഞ്ഞിട്ടുള്ള ഭക്ഷണം കഴിക്കുന്നത് എന്ത് ചെയ്യും? നമ്മളുടെ ഹെൽത്തിനെ പ്രതികൂലമായിട്ട് ബാധിക്കും എന്നാണ് പറയുന്നത്. വൈ ഡു വി ഈറ്റ് ഫുഡ്? എന്തിനാണ് അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്? വി ഈറ്റ് ഫുഡ് ഫോർ ഹെൽത്തി ഗ്രോത്ത്. അതായത് ഒരു നല്ല രീതിയിൽ വളരണം. അതുപോലെ തന്നെ എനർജി ടു ഡു വർക്ക്. നമുക്ക് ജോലിയൊക്കെ ചെയ്യാൻ എന്ത് വേണം? എനർജി വേണം. ടു മെയിൻറ്റെയിൻ ബോഡി ഫങ്ഷൻ. നമ്മുടെ ബോഡീൻ്റെ ഫങ്ഷൻ മെയിൻറ്റെയിൻ ചെയ്യണം. ടു സ്റ്റേ ഹെൽത്തി ആൻഡ് ആക്റ്റീവ്. നമുക്ക് എന്തായിട്ട് നിൽക്കണം? ഹെൽത്തി ആയിട്ടും ആക്റ്റീവായിട്ട് നിൽക്കണം. ഇതിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് എന്ത് വേണം? ഭക്ഷണം നിർബന്ധമാണ്. ഇനി സോഴ്സസ് ഓഫ് ഫുഡ്. ഫുഡിൻ്റെ സോഴ്സ് എവിടെ നിന്നാണ് പറയുന്നത്? വി ഈറ്റ് ഫുഡ് സെവറൽ ടൈംസ് എ ഡേ. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഭക്ഷണം പല സമയത്ത്, ഒരു ദിവസം തന്നെ പല സമയത്ത് ഭക്ഷണം കഴിക്കുന്നുണ്ട്. കുറേ പ്രാവശ്യം നമ്മൾ ഭക്ഷണം കഴിക്കുന്നുണ്ട്. ഇൻഗ്രീഡിയൻസ് യൂസ്ഡ് ഫോർ കുക്കിംഗ് ആർ ഒബ്റ്റെയിൻഡ് ഫ്രം ഷോപ്പ്, മാർക്കറ്റ്, ഹോം ഗാർഡന്, വെൽസ്. അപ്പോൾ ഇവിടെ നിന്നൊക്കെ നമുക്ക് ഭക്ഷണം പാകം ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് കിട്ടുന്നുണ്ട്. ഡിഫറെൻറ്റ് ഡിഷസ് യൂസ് ഇൻഗ്രീഡിയൻസ് ഫ്രം ഡിഫറെൻറ്റ് സോഴ്സസ്. നമ്മൾ ഡിഫറെൻറ്റ് ഡിഷസ് ഉണ്ടാക്കുമ്പോൾ ഡിഫറെൻറ്റ് സോഴ്സിൽ നിന്നാണ് നമുക്ക് അതിനുള്ള ഇൻഗ്രീഡിയൻസ് കിട്ടുന്നത്. ഫുഡ് മസ്റ്റ് ബി ന്യൂട്രീഷ്യസ് ആൻഡ് സേഫ്. ഫുഡ് എന്താവണം? ന്യൂട്രീഷ്യസ് ആവണം, സേഫ് ആവണം. കെയർ ഷുഡ് ബി ടേക്കൺ ഇൻ സെലക്ടിങ് ഇൻഗ്രീഡിയൻസ്. ഇനി ഇൻഗ്രീഡിയൻസ് സെലക്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ നല്ല ശ്രദ്ധയോട് കൂടിയിട്ട് വേണം സെലക്ട് ചെയ്യാൻ. അതുപോലെ തന്നെ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷനും നല്ല ശ്രദ്ധയോട് കൂടിയിട്ട് വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ. അടുത്തത് ഫാക്ടേഴ്സ് ഫോർ ഗെറ്റിംഗ് സേഫ് ഫുഡ്. സേഫായിട്ടുള്ള ഭക്ഷണം കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നാണ് പറയുന്നത്. സെലക്ഷൻ ഓഫ് ഫുഡ് ഐറ്റം. നമ്മൾ എന്ത് ചെയ്യണം? നല്ല രീതിക്ക് നമ്മൾ ഭക്ഷണം സെലക്ട് ചെയ്യണം. ക്വാളിറ്റി ഓഫ് ഇൻഗ്രീഡിയൻറ്റ്. നമ്മൾ സെലക്ട് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസിന് നല്ല ക്വാളിറ്റി വേണം. ക്ലീൻനെസ് ഡ്യൂറിങ് പ്രിപ്പറേഷൻ. നമ്മളത് ഭക്ഷണം കുക്ക് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് ക്ലീൻ ചെയ്യണം. പ്രോപ്പർ കുക്കിംഗ്. നല്ല രീതിയിൽ നല്ല വേവിച്ചിട്ട് നല്ലോണം വെന്തിട്ട് വേണം നമ്മളത് കഴിക്കാൻ. ഹൈജീനിക് സ്റ്റോറേജ്. സ്റ്റോർ ചെയ്യുന്ന സമയത്ത് നല്ല വൃത്തിയുള്ള സ്ഥലത്ത്, നല്ല എയർ ടൈറ്റ് കണ്ടെയ്നറിലൊക്കെ സ്റ്റോർ ചെയ്യണം. സേഫ് സെർവിങ് ആൻഡ് കൺസംഷൻ. സേഫായിട്ട് നമ്മളത് ഭക്ഷണം വിളമ്പി കഴിക്കണം. അടുത്തത് സെലക്ഷൻ ഓഫ് ഫുഡ് ഐറ്റംസ്. ഫുഡ് ഐറ്റംസ് എങ്ങനെ സെലക്ട് ചെയ്യാം? വൈൽ ചൂസിങ് ഫിഷ്. നമ്മൾ ഫിഷാണ് ചൂസ് ചെയ്യുന്നതുണ്ടെങ്കിൽ ഫ്രഷ് ആയിട്ടുള്ള ഫിഷിനെ വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ. നമുക്ക് ഫ്രഷ് ഫിഷിനെ എങ്ങനെ സെലക്ട് ചെയ്യാൻ നോക്കാം. ഫ്രഷ് ഫിഷ് റീഗെയിൻ ഷേപ്പ് വെൻ പ്രസ്ഡ്. നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ കൈയെടുത്ത് കഴിഞ്ഞാൽ എന്താവും? ഫ്രഷ് ആയിട്ടുള്ള ഫിഷ് ആണെന്നുണ്ടെങ്കിൽ അത് അതിൻ്റെ ഷേപ്പിലേക്ക് തന്നെ തിരിച്ചു വരും. സ്ലൈറ്റ്ലി വെറ്റ് ആൻഡ് ഷൈനി സ്കിൻ. അതിൻ്റെ സ്കിന്ന് കുറച്ച് തിളങ്ങുന്ന രീതിയിലുള്ള ചെറുതായിട്ട് നനവുള്ള ഫിഷാണ് ഫ്രഷ് എന്ന് പറയുന്നത്. പിന്നെ ഷൈനി പിങ്കിഷ് ഗിൽസ്. അതിൻ്റെ ചെള്ള് എന്ന് പറയുന്ന ഭാഗം എന്താണ്? ഷൈനി പിങ്കിഷ് ആയിട്ടാണ് കളറ്. അതുപോലെ തന്നെ ഇൻടാക്റ്റ് ഐസ്. അതിൻ്റെ കണ്ണ് നല്ലോണം തുറന്നിട്ടുള്ള കണ്ണാണ്. അതുപോലെ തന്നെ നോ ഫോൾ സ്മെല്ല്. അതിലെന്തുണ്ടാവില്ല? നല്ല നാറിയിട്ടുള്ള അല്ലെങ്കിൽ വൃത്തിയിട്ട സ്മെല്ലൊന്നും ഉണ്ടാവില്ല. ഇനി റോട്ടൻ ഫിഷ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ഒഴിവാക്കണം. അതിനെ നമ്മൾ സെലക്ട് ചെയ്യരുത്. എങ്ങനെ റോട്ടൻ ഫിഷിനെ നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റുക? ഡിപ്രഷൻ റിമെയിൻ വെൻ പ്രസ്ഡ്. നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രസ് ചെയ്ത പോലെ അവിടെ കിടക്കുക, തിരിച്ച് വരില്ല, തിരിച്ചതിൻ്റെ ഷേപ്പിലേക്ക് മാറില്ല. ഫ്ലഷ് ഡിറ്റാച്ചസ് ഫ്രം ബോണെന്ന് അതിൻ്റെ ഫ്ലഷ്, അതിൻ്റെ മാംസം ബോണിൽ നിന്ന് വേർപെട്ട് പോയിട്ടുണ്ടാവും. ഗ്രീനിഷ് ഓർ ആഷ് കളേർഡ് ഗിൽസ്. അതിൻ്റെ ഗിൽസ് എന്തായി പോയിട്ടുണ്ടാവും? ഗ്രീനിഷ് അല്ലെങ്കിൽ ആഷ് കളേർഡായിട്ട് മാറിയിട്ടുണ്ടാവും. സൺകൻ ഐസ് എന്ന് പറഞ്ഞാൽ കൊഴിഞ്ഞ കണ്ണുകളായി മാറിയിട്ടുണ്ടാവും. പിന്നെ ഫോൾ സ്മെല്ല്, എന്തോ ഒരു വൃത്തിയട്ട സ്മെല്ല് അതിൽ നിന്ന് വരും.
അടുത്തത് മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്റ്റ് എങ്ങനെയാണ് സെലക്ട് ചെയ്യുക? ചൂസ് മിൽക്ക് പാക്കറ്റ്സ് വിത്ത് ലോഗോ ഉള്ള മിൽക്ക് പാക്കറ്റ്സ് വേണം നമ്മൾ ചൂസ് ചെയ്യാൻ. ചെക്ക് ഡേറ്റ് ഓഫ് പാക്കിംഗ് ആൻഡ് എക്സ്പയറി, പാക്ക് ചെയ്ത ഡേറ്റും എക്സ്പയറി ഡേറ്റും നോക്കണം. എൻഷുർ ക്വാളിറ്റി ഓഫ് സ്റ്റോറേജ്, അതിൻ്റെ സ്റ്റോറേജിൻ്റെ ക്വാളിറ്റി നോക്കണം. അതുപോലെ തന്നെ ക്വാളിറ്റി ഉറപ്പ് വരുത്തണം. ബൈ പാക്ക്ഡ് ആൻഡ് സീൽഡ് ചീസ് ആൻഡ് പനീർ, ഇത് പാക്ക് ചെയ്ത് സീൽ ചെയ്ത ചീസും പനീറും വേണം നമ്മൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി അതിലെന്തെങ്കിലും ഡിസ്കളേർഡ് മിൽക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അവോയ്ഡ് ചെയ്യണം. അതുപോലെ തന്നെ അൺപാക്ക്ഡ് മിൽക്ക് ആൻഡ് മിൽക്ക് പ്രോഡക്റ്റ് അവോയ്ഡ് ചെയ്യണം, അതൊന്നും ഉപയോഗിക്കാൻ പാടില്ല. ഇനി ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആണെന്നുണ്ടെങ്കിൽ അൺഡാമേജ്ഡ് ഔട്ടർ കവർ ആണെന്നുണ്ടെങ്കിൽ, ഔട്ടർ സ്കിന്ന് അൺഡാമേജ്ഡ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സെലക്ട് ചെയ്യാം. അതുപോലെ തന്നെ ഫ്രഷ് അപ്പിയറൻസ് ആണെന്നുണ്ടെങ്കിൽ സെലക്ട് ചെയ്യാം. നാച്ചുറൽ കളർ ഉണ്ടെന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ ഫേം ടെക്സ്ചർ ആണെങ്കിലും ഫൗൾ സ്മെല്ലൊന്നും ഇല്ല എന്നുണ്ടെങ്കിലും നമുക്ക് സെലക്ട് ചെയ്യാം. ഇനി ഡാമേജ്ഡ് ഓർ റോട്ടൺ ഐറ്റം ആണെന്നുണ്ടെങ്കിൽ, അതായത് കേട് വന്നിട്ടുള്ള ഡാമേജ്ഡ് ആയിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ അവോയ്ഡ് ചെയ്യണം. ഓവർ റൈപ്പ് ഫ്രൂട്ട്, അതായത് നല്ലോണം പഴുത്തിട്ടുള്ളത് അവോയ്ഡ് ചെയ്യണം. പിന്നെ കട്ട് ഓർ ബ്രൂസ്ഡ് വെജിറ്റബിൾസ്, കട്ട് ചെയ്ത് അളിഞ്ഞ വെജിറ്റബിൾസ് നമ്മൾ എന്ത് ചെയ്യണം? കളയണം. ആർട്ടിഫിഷ്യലി കളേർഡ് ഐറ്റംസ് ഉപയോഗിക്കരുത്. ആയിട്ട് എങ്ങനെയാണ് പാക്ക്ഡ് ഫുഡ് ഐറ്റംസ് സെലക്ട് ചെയ്യാമെന്നാണ് പറയുന്നത്. നെയിം ഓഫ് ഫുഡ് ഐറ്റം, ആ ഫുഡ് ഐറ്റത്തിൻ്റെ പേര് നോക്കുക. ലിസ്റ്റ് ഓഫ് ഇൻഗ്രീഡിയൻസ്, അതിൻ്റെ ഇൻഗ്രീഡിയൻസ് നോക്കുക. ന്യൂട്രീഷണൽ ഇൻഫർമേഷൻ, അതിലുള്ള ന്യൂട്രീഷണൽ ഇൻഫർമേഷൻ, എത്ര കാർബോഹൈഡ്രേറ്റ്, എത്ര ഫാറ്റ്, എത്ര ന്യൂട്രിയൻസ്, ഇതൊക്കെ എത്ര അടങ്ങിയിട്ടുണ്ട്, ഷുഗർ എത്ര അടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നോക്കുക. പിന്നെ കലോറിഫിക് വാല്യൂ, അതിലെത്ര കലോറിയാണ് ഉള്ളത് നോക്കുക. പിന്നെ വെജിറ്റേറിയൻ ആണോ നോൺ വെജിറ്റേറിയൻ ആണോ നോക്കുക. പിന്നെ ക്വാളിറ്റിയും വെയിറ്റും നോക്കുക. മാനുഫാക്ചറിങ് ഡേറ്റ് നോക്കണം. എക്സ്പയറി ഡേറ്റ് നോക്കണം. എവിടെ നിന്നാണ് അത് പ്രൊഡക്ഷൻ, അതിൻ്റെ പ്രൊഡക്ഷനും അതിൻ്റെ അഡ്രസ്സും നോക്കുക. അതിലെന്തൊക്കെ പ്രിസർവേറ്റീവ് ആണെന്നുള്ളത് നോക്കുക. എന്തൊക്കെ കളറിങ് ഏജൻ്റ് ആണ് അതിലുള്ളത് നോക്കുക. അതിൻ്റെ ലൈസൻസ് നമ്പറും FSSAI ലോഗോയും അതുപോലെ തന്നെ മെത്തേഡ് ഓഫ് യൂസും ഒക്കെ നോക്കിയിട്ട് വേണം ഒരു പാക്ക്ഡ് ഫുഡ് ഐറ്റം നമ്മൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ആൾവേസ് റീഡ് ലേബൽ കെയർഫുള്ളി ബിഫോർ ബൈയിങ് പാക്ക്ഡ് ഫുഡ്. അപ്പോൾ പാക്ക്ഡ് ഫുഡ് നമ്മൾ വാങ്ങുന്നതിന് മുന്നേ എന്ത് ചെയ്യണം? അതിൻ്റെ ലേബൽ നമ്മൾ കറക്റ്റായിട്ട് വായിച്ച് നോക്കണം. ഇനി അടുത്തതാണ് ഫുഡ് അഡൽറ്ററേഷൻ. ഫുഡ് അഡൽറ്ററേഷൻ എന്ന് പറഞ്ഞാൽ ഫുഡിൽ മായം ചേർക്കുക. അഡൽറ്ററേഷൻ ഈസ് ദി അഡീഷൻ ഓഫ് ചീപ്പ്, ഇൻഫീരിയർ ഓർ ഹാംഫുൾ സബ്സ്റ്റൻസ് ടു ഫുഡ്. അതായത് ഏറ്റവും ചീപ്പായിട്ടുള്ള, വില കുറഞ്ഞത് മാത്രമല്ല ക്വാളിറ്റി നന്നായിട്ട് കുറഞ്ഞിട്ടുള്ള ഹാംഫുൾ ആയിട്ടുള്ള സബ്സ്റ്റൻസ് ഫുഡിൽ ചേർക്കുക. റിമൂവൽ ഓഫ് ക്വാളിറ്റി കോമ്പണൻറ്റ് ആൻഡ് ആഡിങ് ആർട്ടിഫിഷ്യൽ കളർ ഈസ് ആൾസോ അഡൽറ്ററേഷൻ. ക്വാളിറ്റി അടങ്ങിയിട്ടുള്ള സാധനം ഒഴിവാക്കിയിട്ട് ആർട്ടിഫിഷ്യൽ കളർ ആഡ് ചെയ്യുന്നത് എന്താണ്? അഡൽറ്ററേഷൻ ആണ്. അഡൽറ്ററേഷൻ ഈസ് എ സോഷ്യൽ എവിൽ ആൻഡ് ഹാംഫുൾ ടു ഹെൽത്ത്. അഡൽറ്ററേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ സമൂഹത്തിന് ഉപദ്രവിക്കുന്നതും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിന് ഹാംഫുൾ ആയിട്ടുള്ളതുമാണ്. എക്സാമ്പിളാണ് എന്ത്? അഡൽറ്ററേഷൻ ഇൻ ജാഗ്രിയിലുള്ള അഡൽറ്ററേഷൻ. റോഡമൈൻ ബി ആണ് ഈസ് ആഡഡ് ടു ഗിവ് ബ്രൈറ്റ് കളർ. ജാഗ്രിക്ക് ബ്രൈറ്റ് കളർ കൊടുക്കാൻ വേണ്ടിയിട്ട് എന്ത് ആഡ് ചെയ്യുക? റോഡമൈൻ ബി ആഡ് ചെയ്യുക. ഇറ്റ് ഈസ് ഹാംഫുൾ ആൻഡ് ക്യാൻ കോസ് ക്യാൻസർ. ഈ റോഡമൈൻ ബി എന്ത് ചെയ്യും? അത് ഹാംഫുൾ ആണ്, അത് ക്യാൻസർ വരെ ഉണ്ടാക്കും എന്നാണ് പറയുന്നത്. അടുത്തത് ഡിറ്റക്ഷൻ ഓഫ് അഡൽറ്ററേഷൻ. അഡൽറ്ററേഷൻ്റെ ഡിറ്റക്ഷൻ, എങ്ങനെയാണ് അഡൽറ്ററേഷൻ നടത്തിയിട്ടുണ്ടോയെന്ന് നോക്കുക എന്നാണ് പറയുന്നത്. ഹണി ആണെന്നുണ്ടെങ്കിൽ അഡൽറ്ററൻ്റ് എന്താണ്? ഷുഗർ അല്ലെങ്കിൽ ജാഗ്രി സൊല്യൂഷനാണ്. പ്യുവർ ഹണി ആണെന്നുണ്ടെങ്കിൽ ബേൺസ് വിത്തൗട്ട് ക്രാക്ലിംഗ് സൗണ്ട് ഇല്ലാതെ അതെന്ത് ചെയ്യും? ബേൺ ചെയ്യും എന്നാണ് പറയുന്നത്. സെറ്റിൽ അറ്റ് ബോട്ടം വൺ പേർഡ് ഇൻ ടു വാട്ടർ. ഇനി വെള്ളത്തിലേക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ അത് അവിടെ താഴെ പോയിട്ട് സെറ്റിലായി കിടക്കും. അഡൽറ്ററേറ്റഡ് ഹണി ആണെന്നുണ്ടെങ്കിൽ ബേൺ വിത്ത് ക്രാക്ലിംഗ് സൗണ്ടോട് കൂടിയിട്ടാണ് അത് കത്തുക. അതുപോലെ തന്നെ ഡിസോൾവ് ക്വിക്ലി ഇൻ വാട്ടർ, പെട്ടെന്ന് തന്നെ അതെന്ത് ചെയ്യും? വെള്ളത്തിൽ ലയിച്ച് ചേരും. ഇങ്ങനെയാണ് ഹണി അഡൽറ്ററേഷൻ നടന്നിട്ടുണ്ടോ ഇല്ലയെന്ന് നമ്മൾ ചെക്ക് ചെയ്യുക. അടുത്തത് ടെർമറിക് പൗഡർ എങ്ങനെയാണ് ചെക്ക് ചെയ്യുക? സ്പ്രിങ്കിൾ ഇൻ വാട്ടർ, നമ്മൾ എന്ത് ചെയ്യുക? വാട്ടറിൽ അത് ഇങ്ങനെ വിതറിയിടുക. ഇഫ് കളർ സ്പ്രെഡ് ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ അഡൽറ്ററേഷൻ നടന്നിട്ടുണ്ട്. ഈ സെറ്റിൽ വിത്തൗട്ട് സ്പ്രെഡിങ്, അത് താഴെ പോയിട്ട് അടിഞ്ഞുകൂടി, സ്പ്രെഡിങ് ഒന്നും കളർ സ്പ്രെഡ് ചെയ്യാതെ താഴെ പോയിട്ട് അടിഞ്ഞുകൂടി കഴിഞ്ഞാൽ അതിൽ അഡൽറ്ററേഷൻ നടന്നിട്ടില്ല. അടുത്തതാണ് അസാഫോയിറ്റിഡയിൽ എങ്ങനെയാണ്? സഫോയിറ്റിഡ എന്ന് പറഞ്ഞാൽ നമ്മൾ ഫുഡിലൊക്കെ ഇടുന്ന കായല്ലേ, അതിലെങ്ങനെയാണ് അഡൽറ്ററേഷൻ നടന്നിട്ടുണ്ടോ നോക്കുക. ബേൺ എ പീസ്, അതിൻ്റെ ഒരു പീസ് എടുത്തിട്ട് കത്തിക്കുക. ഇഫ് ബേൺ ലൈക്ക് ക്യാംഫർ, അത് ക്യാംഫർ പോലെ കത്തുന്നുണ്ടെങ്കിൽ അത് പ്യുവറാണ്. ഇല്ല എന്നുണ്ടെങ്കിൽ അതിൽ അഡൽറ്ററേഷൻ നടന്നിട്ടുണ്ട്. അടുത്തത് കോക്കനട്ട് ഓയിൽ എന്ത് ചെയ്യുക? കീപ്പ് ഇൻ ഫ്രീസർ ഫോർ 30 മിനിറ്റ്, 30 മിനിറ്റ് ഫ്രീസറിൽ വെക്കുക. പ്യുവർ ഓയിൽ ഫ്രീസേഴ്സ് കംപ്ലീറ്റ്ലി, പ്യുവർ ആയിട്ടുള്ള ഓയിലാണെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റ് ആയിട്ട് അത് ഫ്രീസ് ആയിട്ടുണ്ടാവും. അഡൽറ്റേർഡ് ഓയിൽ ഷോ ഫ്ലോട്ടിംഗ് ലിക്വിഡ് ലെയർ, അഡൽറ്റേർഡ് ആണെന്നുണ്ടെങ്കിൽ അത് ഫ്ലോട്ടിംഗ് ലിക്വിഡ് ലെയർ കാണിക്കും.
അടുത്തതാണ് സേഫ് സ്റ്റോറേജ് ഓഫ് ഫുഡ്. ഫുഡിൻ്റെ സേഫ് സ്റ്റോറേജിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. പ്രിസർവേഷൻ ഈസ് എസെൻഷ്യൽ. നമ്മൾ ഫുഡ് എടുത്ത് വെക്കൽ, പ്രിസർവ് ചെയ്യൽ എന്താണ്, അത്യാവശ്യമാണ് എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണ് അത് അത്യാവശ്യമാവുന്നത്? ഫുഡ് പ്രൊഡ്യൂസ്ഡ് ഇൻ ഡിഫറെൻറ്റ് സീസൺ. നമ്മൾ ഫുഡ് പല കാലത്തുമാണ് ഫുഡ് ഉണ്ടാക്കുക, പല സീസണിലുമാണ് നമ്മൾ ഫുഡ് ഉണ്ടാക്കുക. ആൾ ഫുഡ് ഈസ് നോട്ട് കൺസ്യൂംഡ് ഇമ്മീഡിയറ്റ്ലി. ഇനിയിപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ തന്നെ ആ ഫുഡ് പെട്ടെന്ന് നമ്മൾ കഴിച്ച് തീർക്കില്ല. ലെഫ്റ്റ് ഓവർ ഫുഡ് ഈസ് കോമൺ. ബാക്കി വരുന്ന ഫുഡ് എന്താണ്, കോമൺ ആണ്. അപ്പോൾ നമ്മൾ ഫുഡ് അപ്പം ഉണ്ടാക്കി അപ്പം തന്നെ കഴിക്കാതെ അത് പിന്നൊരു നേരത്തേക്ക് എടുത്ത് വെക്കൽ എന്താണ്, കോമൺ ആണെന്നാണ് പറയുന്നത്. അപ്പം റീസൺ ഫോർ പ്രിസർവേഷൻ ടു ഓവർകം ഫുഡ് സ്കാർസിറ്റി. ഫുഡിൻ്റെ ലഭ്യതക്കുറവ് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ ടു പ്രിവെൻറ്റ് സ്പോയിലേജ്, അതായത് ഫുഡ് കേട് വരാതിരിക്കാൻ വേണ്ടിയിട്ട്, ടു മെയിൻറ്റെയിൻ ക്വാളിറ്റി ആൻഡ് ന്യൂട്രീഷൻ. ഫുഡിൻ്റെ ക്വാളിറ്റിയും ന്യൂട്രീഷനൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അടുത്തതാണ് സ്പോയിലേജ് ഓഫ് ഫുഡ്. ഫുഡ് കേട് വന്ന് പോകുന്നതിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഫുഡ് സ്പോയിലേജ് ഈസ് കോസ്ഡ് ബൈ മൈക്രോ ഓർഗാനിസം. അതായത് മൈക്രോ ഓർഗാനിസം ആയിട്ടുള്ള ബാക്ടീരിയ അല്ലെങ്കിൽ ഫംഗി ആണ് എന്തുണ്ടാക്കുന്നത്, ഫുഡിൻ്റെ സ്പോയിലേജ് ഉണ്ടാക്കുന്നത്. മൈക്രോ ഓർഗാനിസം ആർ ഇനാക്റ്റീവ്. മൈക്രോ ഓർഗാനിസംസ് എന്താണ്, ഇനാക്റ്റീവ് ആണ്. പക്ഷേ അറ്റ് വെരി ഹൈ ടെമ്പറേച്ചറിൽ അത് ഇനാക്റ്റീവ് ആണ്. അറ്റ് വെരി ലോ ടെമ്പറേച്ചർ, അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കുക, നന്നായിട്ട് ചൂടാക്കുക അല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെക്കുക, അപ്പോഴാണ് ലോ ടെമ്പറേച്ചർ വരുന്നത്. അതുപോലെ തന്നെ ആബ്സെൻസ് ഓഫ് മോയ്സ്ചറിൻ്റെ ആബ്സെൻസിൽ അത് ഇനാക്റ്റീവ് ആണ്. മോയ്സ്ചർ ഉണ്ടെങ്കിൽ എന്താണ്, അത് ആക്റ്റീവ് ആവും. അതുകൊണ്ടാണ് നമ്മൾ അച്ചാറിലൊക്കെ കൈയിടുക അല്ലെങ്കിൽ നനഞ്ഞ കയ്യിലൊക്കെ ഇടുന്ന സമയത്ത് അത് വേഗം കേടായി പോകുന്നത്. കാരണം എന്താ, മോയ്സ്ചറിൻ്റെ പ്രസൻസിൽ മൈക്രോ ഓർഗാനിസം ആക്റ്റീവ് ആവും. ഇൻ എയർ ടൈറ്റ് കണ്ടീഷനിലും എന്താണ്, മൈക്രോ ഓർഗാനിസം ഇനാക്റ്റീവ് ആണ്. അപ്പോൾ മൈക്രോ ഓർഗാനിസം ഇനാക്റ്റീവ് ആയിട്ടുള്ള കണ്ടീഷനാണ് ഹൈ ടെമ്പറേച്ചർ, ലോ ടെമ്പറേച്ചർ, ആബ്സെൻസ് ഓഫ് മോയ്സ്ചർ, എയർ ടൈറ്റ് കണ്ടീഷൻ. ഇവിടെയൊക്കെ ഈ ഒരു കണ്ടീഷനിലൊക്കെ ബാക്ടീരിയയും ഫംഗിയും ഒക്കെ പോലെയുള്ള മൈക്രോ ഓർഗാനിസംസ് എന്താണ്, ഇനാക്റ്റീവ് ആണ്. അപ്പോൾ ഫുഡിൻ്റെ സ്പോയിലേജ് കുറയും. അടുത്തത് എക്സാമ്പിൾ, റോ റൈസ് സ്റ്റോർഡ് ഇൻ കണ്ടെയ്നർ ഡസ് നോട്ട് സ്പോയിൽ. അതായത് നമ്മൾ നനക്കാത്ത റൈസ് എന്ത് ചെയ്യുക, നമ്മൾ കണ്ടെയ്നറിൽ സൂക്ഷിച്ച് കഴിഞ്ഞാൽ അതെന്താണ്, അത് സ്പോയിലായി പോവില്ല. കുക്ക്ഡ് റൈസ് സ്പോയിൽ ക്വിക്ക്ലി ഡ്യൂ ടു മോയ്സ്ചർ ആൻഡ് മൈക്രോബിയൽ ഗ്രോത്ത്. നമ്മൾ കുക്ക് ചെയ്തിട്ടുള്ള റൈസ് എന്താവും, വേഗം കേടായി പോകും. കാരണം എന്താ, അതിൽ മോയ്സ്ചറും മൈക്രോബിയൽ ഗ്രോത്തും, മോയ്സ്ചർ കാരണം മൈക്രോബിയൽ ഗ്രോത്ത് നടക്കും. അടുത്തത് ബ്രെഡ് എക്സ്പെരിമെൻ്റ് ആണ് പറയാൻ പോകുന്നത്. അപ്പോൾ ബ്രെഡ് എക്സ്പെരിമെൻറ്റിൽ ബ്രെഡ് നമ്മൾ എന്ത് ചെയ്യുക, വാട്ടറിൽ ഇങ്ങനെ സ്പ്രിങ്കിൾ ചെയ്തിടുക, എന്നിട്ടത് 3 ദിവസം വെക്കുക. ഫംഗസ് എന്ത് ചെയ്യുന്നുണ്ടാവും, ബ്രെഡിൽ ഗ്രോ ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. ഇതിന് കാരണം എന്താണ്, മോയ്സ്ചറാണ്. ഈ മോയ്സ്ചർ എന്ത് ചെയ്യും, ബ്രെഡിലുള്ള നമ്മൾ വാട്ടറിലേക്കല്ല ഇട്ടത്, അപ്പം ബ്രെഡിലുള്ള മോയ്സ്ചർ ഫംഗൽ ഗ്രോത്തിന് പ്രൊമോട്ട് ചെയ്യുമെന്നാണ് പറയുന്നത്.